കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുകയാണ് UAE. വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. കൊറോണ വ്യാപനത്തെ ശക്തമായി പ്രതിരോധിക്കാൻ രണ്ടും കൽപ്പിച്ച് UAE രംഗത്ത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റെന്തിനേയും പോലെ തന്നെ വീണ്ടും ലോകത്ത് ഒന്നാമതെത്തി നിൽക്കുകയാണ് UAE. കോവിഡ് വാക്സിൻ വിതരണത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സീഷെൽസിനെ മറികടന്ന് UAE ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതോടെ വാക്സിൻ വിതരണത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമായി UAE മാറുകയും ചെയ്തു. ബ്ലൂംബർഗ് വാക്സിൻ ട്രാക്കറാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 15.5 മില്യൺ ഡോസ് വാക്സിനാണ് UAE ഇതോടെ വിതരണം ചെയ്തിരിക്കുന്നത്. പ്രവാസികൾ ഉൾപ്പെടെ 10 മില്യൺ ജനസംഖ്യയുള്ള UAE 72.1% ആളുകൾക്കും 2 ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സീഷെൽസ് ജനസംഖ്യയുടെ 71.1% പേർക്കാണ് വാക്സിൻ വിതരണം ചെയ്തത്. മാർച്ച് മുതൽ UAE പ്രതിദിന കോവിഡ് നിരക്ക് ഏകദേശം 2000 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഇത് 4000 ആയിരുന്നു. പ്രതിശീർഷ അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ കോവിഡ് പരിശോധന നടക്കുന്ന രാജ്യമാണ് UAE. കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നും UAE തന്നെ. അതേസമയം UAE കഴിഞ്ഞ ദിവസം 1599 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യരോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1570 പേർ സുഖം പ്രാപിക്കുകയും 3 പേർ മരണപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ട്. അതിനിടെ മൊഡേണ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയതായി UAE ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ UAE അംഗീകരിച്ച വാക്സിനുകളുടെ എണ്ണം 5 മാറി. സിനോഫാം, ആസ്ട്രസെനക്ക, ഫൈസർ ബയോടെക്, സ്പുട്നിക് V എന്നിവയാണ് UAE അംഗീകരിച്ച മറ്റു വാക്സിനുകൾ. മൊഡേണ വാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ അത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വാക്സിൻ വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തതെന്ന് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീൻ ഹുസൈൻ അൽ അമീരി അറിയിച്ചു. 94% ഫലപ്രാപ്തിയാണ് പരീക്ഷണത്തിൽ കണ്ടെത്തിയത്. മൊഡേണ വാക്സിൻ എടുത്തവർക്ക് കോവിഡ് ബാധ ഉണ്ടായാലും ആശുപത്രി പ്രവേശനം അനിവാര്യമാക്കുന്ന വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് വിലയിരുത്തൽ. UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മജന്ത ഇൻവെസ്റ്റ്മെന്റുമായി സഹകരിച്ചാണ് വാക്സിൻ വിതരണം ചെയ്യുക. കൂടാതെ കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് പുതിയ വാക്സിൻ അംഗീകാരം നൽകിയ തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തത് ഫൈസറും സിനോഫാമുമാണ്. ഫൈസറിന് സമാനമായ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശരീരത്തിൽ കോവിഡ് പ്രതിരോധത്തിനായുള്ള ആന്റിബോഡി നിർമ്മിക്കുന്നത്. 4 ആഴ്ചയുടെ ഇടവേളയിലാണ് ഇതിന്റെ 2ാം ഡോസ് എടുക്കേണ്ടത്. 2ാം ഡോസ് എടുത്ത് കഴിഞ്ഞ 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും ശരീരം പൂർണ്ണ പ്രതിരോധ ശേഷി കൈവരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.